എന്താ ഇത് ഗുണ്ടാണോ? മൂന്നെണ്ണം, 3 വേർഡ്സ്. അമ്മ അയ്യോ 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 തല ചുറ്റിയ, വീഴ, വീണു, ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് പറഞ്ഞു. ഞാനില്ലേ ഈ കളി ഞാൻ ജയിച്ചിട്ട് ഇതുവരെ ജയിച്ചിട്ടില്ല. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. മൂന്നെണ്ണം ആ ചാ പറഞ്ഞേ കണ്ടില്ല. മൂന്നാമത്തതും ചാ. അത് പറയാൻ പോകുന്നു. ആ ഓ മനസ്സിലായി. എന്താ നമ്മൾ കാണിച്ചു? തോട്ടി വല്ലതാണോ? എന്താ സംഭവം? എന്താ എന്താ മനസ്സിലാണല്ലോ. 1 2 3 എണ്ണുക. 1 2 1 ആ 1 ആരാ എന്താ ആ കാണിക്ക് പറയാം. അപ്പൊ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമായി, ആഭ്യന്തര കലഹം. എല്ലാ വീട്ടിലും ഇതാ പ്രശ്നം. എക്സാക്ട്ലി. തോറ്റു കൊടുക്കണം. നമ്മളെന്ത് ചെയ്യാനാ? പോകാൻ പറ്റും. നല്ല ഡ്രൈവർ കൂട്ടത്തിൽ. നബീലിനൊരു വിചാരമുണ്ട് നബീലാണ് ഡ്രൈവർ. ആക്ച്വലി നബീൽ ഡ്രൈവർ അല്ല. കൂട്ടത്തിലെ നല്ല കോഴി. സ്വന്തം പേരൊക്കെ പറയാം. ഞാൻ കോളേജിൽ പോണല്ലോ എളുപ്പം. ഞാൻ ആരെങ്കിലും നോക്കില്ല. ഇല്ല, അവളെ ഇറക്കിയിട്ട് നോക്കൂ. ഫസ്റ്റ് വീഡിയോയിൽ ഞാനൊന്ന് ശുദ്ധ മലയാളം പറഞ്ഞു നോക്കി. അപ്പൊ കമന്റ് ബോക്സിൽ ഇങ്ങനെ കുറെ വരാൻ തുടങ്ങി. നിങ്ങളെ ഭാഷ തന്നെ പറഞ്ഞാൽ മതി എന്നാണ്. ഞാൻ ഏറ്റവും കംഫർട്ടബിൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഷ നമ്മളെ മലപ്പുറം ഭാഷയാണ്. അത് ഒരിക്കലും ഒഴിവാക്കില്ല. ആളെന്തെങ്കിലും ഉണ്ടാക്കി തരുന്നുണ്ടോ? കാനഡയിൽ നിന്ന് കുറെ ഉണ്ടാക്കി ഫോട്ടോസ്. അത് നമ്മളെ ഗതികേട്. അവിടെ ഉണ്ടാക്കി തരാൻ വൈഫും വീട്ടുകാരും ഇല്ല. നമ്മൾ തന്നെ സെൽഫായിട്ട് എല്ലാം ചെയ്യണം. പ്രവാസി ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാം പഠിക്കും. ലൈഫിനെ കറക്റ്റ് ഏതൊക്കെ മേഖലയിൽ നമുക്ക് മാനേജ്മെന്റ് ഉണ്ടോ ആ മാനേജ്മെന്റ് എല്ലാം നമ്മൾ പഠിക്കും. ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. നമ്മളെ കംഫർട്ട് സോൺ പൊട്ടും. ആ പൊട്ടുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. നമുക്കൊരു ഗെയിമിലേക്ക് പോവാം. ഗെയിം ഇതാണ്. ഒരു സ്ഥലപ്പേരാണ്. ആ സ്ഥലപ്പേര് ഞാൻ പറയും. അത് ആക്ട് ചെയ്ത് കാണിക്കണം. ആളെ കൊണ്ട് പറയിപ്പിക്കണം. ഓക്കെ? സിമ്പിൾ. നിങ്ങൾക്കിത് പറ്റും. ആദ്യം ആരാ ട്രൈ ചെയ്യണേ? എല്ലാം എന്റെ മണ്ടനാണ്. ഓക്കെ, അയ്യോ സിമ്പിൾ ആയിപ്പോയോ? പറയാൻ പാടില്ല, അഭിനയിച്ച് കാണിക്കണം കേട്ടോ. ഒന്നും വരാൻ പാടില്ലല്ലേ? സംസാരം ഒന്നും വരാൻ പാടില്ല. ഇംഗ്ലീഷ് മലയാളം എന്നൊക്കെ പറയണം. ഇതിന് നമ്മള് നമ്മുടെ കേരളത്തിലൊരു സ്ഥലം. 3 വേർഡ്സ്. തല ചുറ്റിയ, വീഴ. രണ്ടാമത്തെ വേർഡാണ് വീഴ. ഇനി രണ്ടാമത്തെ വേർഡ് നിങ്ങൾ പറയണേ. ഒന്നാമത്തത് വീഴ, വാ, വി, വാ, വീഴ, വീഴ, ആ വീഴ, വീ, ആ ഓക്കെ. സ്ഥലം മറന്നുപോയോ? സ്ഥലം ഓർമ്മയുണ്ട്. വീഴ, വി, വി, ഓക്കെ. ആ വീഴുക, വീണു, വീണ, എന്താണ് ഉദ്ദേശം? വി. രണ്ടാമത്തെ വേർഡ് യാ, യാ, വി, യു, വീഴു, വീഴു. അതെങ്ങനെ പറയും? ടർസോ, വീട്, വണ്ടൂര്, പണ്ടൂര്, കൂരിക്കുട്ടു, വണ്ടൂര്. ആ ഓക്കെ. വാ, വാ, ഡാ, വീഴൂരം. ഇത് കേട്ടോ.
എങ്ങനെ സാധിച്ചു? ജീവിതത്തിൽ ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞു. ഞാനില്ലേ ഈ കളി ഞാൻ ജനിച്ചിട്ട് ഇതുവരെ ജയിച്ചിട്ടില്ല. ഇതുവരെ എനിക്കിത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവളെങ്ങനെ കണ്ടുപിടിച്ചോ? ഞാൻ കളിക്കില്ല. ഓക്കെ ക്ലോസ് യുവർ ഐസ്. ഓക്കെ പറയുന്നുണ്ടോ? വെള്ളം ഷേക്ക് ഓ അവൻ ശരിക്കും പോച്ച്. പാനി പാനി അല്ലെങ്കിൽ പിന്നെ അത് തണ്ണിയോ ചായ ചാ ചാ എനിക്ക് അങ്ങോട്ട് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. എത്ര വേർഡ് ഉണ്ട് എന്നുള്ളതൊന്ന്. ഒന്നാമത്തത് ചാ, മൂന്നെണ്ണം മൂന്നെണ്ണം. ആ ചാ പറഞ്ഞേ രണ്ടില്ല. മൂന്നാമത്തതും ചാ. മൂന്നാമത് പറയാൻ പോകുന്നു. ആ ഓ മനസ്സിലായി. എന്താ ഒന്നുകൂടി കാണിച്ചു. ഇത്രയും ശില്പി വരച്ചത് കണ്ട് മനസ്സിലായില്ല. മുദ്ര ശ്രദ്ധിക്കണം. വീടല്ലാത്തതാണ്. വീടല്ലാത്തത് കൊട്ടാരം, പള്ളി, ഹൗസ്. ആ വീടിന് വേറെ രീതി കാണിക്കും. തോട്ടി വലുതാണോ? എന്താ സംഭവം? എന്താ മുദ്ര ശ്രദ്ധിക്കണോ? ആ ലേറ്റ് കൊട ട കു ക ഉറപ്പിക്കു ക ട ട ട ടു. എന്താന്ന് ഇതെന്താന്നു? ഇത് കുട. ആ ചാലക്കുടി. നെക്സ്റ്റ് കാണിക്കട്ടെ. ടഫാണത്. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യം. എങ്ങനെ കാണിക്കും? 4 വേർഡ്സ്. കഥയെ ശബ്ദം വരരുത്. സംഗീതം, സ്വരം, ഗാനം. അത് കാണിച്ച ഞാൻ ആകെ ലോക്കലേ പോകും. പല്ല്, പ, ലവ്, സ്നേഹം, ലവ്, ലവ്, ഐ ലവ് യു. പാല, ആ പാലക്കാടോ, ആ പാലക്കാട്. അടുത്തത് ഇത് ഈസിയാണ്. ഇത് ആ, okay, ഓക്കെ. 4. ഓക്കെ. ഒന്നാമത്തതാണ്. എന്താ വേറെ 1 2 1 വാ ഏക് 1 2 3 വാഹിദ് ഇത് എന്താ? വേരല്. എന്താ മനസ്സിലാവുള്ളൂ. പറഞ്ഞിട്ട് പോയാ 1 2 3 എണ്ണുക. 1 2 1 ആ 1 കഴിഞ്ഞാൽ 2. സ്ക്രൂ എടുക്കണോ? നമ്മൾ 2 3. രണ്ടാമത്തെ ലാസ്റ്റ് ട്രൈ ചെയ്തു. ലാസ്റ്റ് ഉണ്ടോ? അതെങ്ങനെ ട്രൈ ചെയ്യും? ലാസ്റ്റ് വേർഡാണോ ട്രൈ ചെയ്യുന്നത്? ആ സംസാരിക്കാൻ ആരാ എന്താ ആ കാണിക്ക്. പറയാം. പറയല്ലേ? കളിക്കല് പറഞ്ഞിട്ട് കളിക്കാത്ത ഞാനാണ് കണ്ടു പറയുന്നത്. വേറെ പറഞ്ഞുതരാം. ഒരു പറഞ്ഞോളെ. പാല് പാ ഞാൻ ആ ഒരു ക്ലൂ തരാം. അടി വടി. ആ ഇതെന്താ? ഇതെന്താ ഇത്? അതെന്താടാ? എന്താ? ഡാൻസോ താമര അതെന്താ? എന്താ പുഴ പുഴ കൂടെ നടന്നോണം പാലം
അതാണോ രണ്ടാമത്തെ വീട്? ഒന്നാമത്തെ വീട് ഫസ്റ്റ് നിന്ന്, രണ്ടാമത്തത് പാലം, ഒറ്റ പാലം. ആ ഒറ്റാന്ന് പറഞ്ഞു ഒന്നും മാറ്റാനാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു സാധനം കത്തണ്ടേ? പൊട്ടനായി പോയി. കണ്ടോട്ടെ, നോക്കൂ, വേണ്ടേ? ഞാനാണല്ലേ? ഓക്കെ 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 ഓക്കെ. 4 words. ഭക്ഷണം. ഭക്ഷണം. ചിക്കൻ, കോഴിയോ, ബ്രോസ്റ്റ്. സൗണ്ട് ഉണ്ടാക്കി കാണിച്ചു. അതിന്റെ സൗണ്ട് അറിയോ? അതിന്റെ അല്ല, വേറെ സൗണ്ട്. പൂച്ച. പൂച്ച എന്താ തിന്നോ? മീന്. ഓ മീൻ. 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 ഓക്കെ, ഫസ്റ്റ് വേർഡ് മീൻ. ആള് ചിലപ്പോ നേരത്തെ പറഞ്ഞതൊക്കെ ഒന്ന് കണക്ട് ചെയ്തു. ഓൾറെഡി പുള്ളിക്കാരൊന്നും പറഞ്ഞിട്ടുണ്ട്. മീൻ ചന്ത. മീൻ അറിയോന്ന ഡൗട്ടാ. ആ ചിലപ്പോ എനിക്കറിയില്ല. ടൗൺ. 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 മീൻ അങ്ങാടി. മീനങ്ങാടിയോ? മീൻ ചന്ത പറഞ്ഞില്ല, ഒന്ന് ഞാൻ മാറ്റാൻ ടൗണാണ് കാണിച്ചു തരുന്നത് അവിടെ കൊണ്ടിട്ട്. കിളിയോടൊക്കെ. ഓക്കെ, ലാസ്റ്റ് എത്തതേ. ഓക്കെ, അറിഞ്ഞാലും അറിയാത്ത പോലെ നിൽക്കാം, എന്നിട്ട് തോപ്പിക്കാം. അങ്ങനെ ഒരൊറ്റ വെട്ടം. ഇത് സിനിമ പേരോ? കൊല്ലു അല്ലെങ്കിൽ പറയാൻ. കൊല്ലം. ഇങ്ങനെയുള്ള വിനോദത്തിൽ നിങ്ങൾ ലുഡോ പോലുള്ള കളിക്കണൊക്കെ തോക്കും. തോറ്റു കഴിഞ്ഞാൽ പ്രശ്നം. അതുകൊണ്ട് ഞാൻ എങ്ങനെ, ഇതിപ്പോ നമ്മളെ കയ്യിലല്ലല്ലോ കൺട്രോള്. അപ്പൊ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമായി, ആഭ്യന്തര കലഹം. എല്ലാ വീട്ടിലും ഇതാ പ്രശ്നം. എക്സാക്ട്ലി. തോറ്റു കൊടുക്കണം. നമ്മളെന്ത് ചെയ്യാനാ? തോക്കാൻ പറ്റും. ഇതുപോലെ എനിക്ക് രജിമ ഫുഡ് ഉണ്ടാക്കുന്നതിൽ ഒത്തിരി വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുമല്ലോ. പെരുന്നാളായിട്ട് എങ്ങനെയുണ്ടായിരുന്നു? പെരുന്നാൾ എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കട്ടെ. പെരുന്നാൾ അടിപൊളിയായിരുന്നു. എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി? അതെന്തൊക്കെയാ ഡെസേർട്ട് ഉണ്ടാക്കിയെന്നല്ലോ. ഓക്കെ, ബിരിയാണി ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ല? ബിരിയാണി അതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആള് ബിരിയാണി ഉണ്ടാക്കിയെന്ന് ഒരു ഇതാണ്. പിന്നെ എന്താ മന്തിയില്ലേ, മന്തി ഉണ്ടാക്കി. ആളുണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അത് ഞാൻ സത്യത്തിൽ അത് ഫ്ലോപ്പോന്ന് വിചാരിച്ചത്. പക്ഷെ ഭാഗ്യത്തിന് അത് കൊള്ളായിരുന്നത്. ബിരിയാണിയും അടിപൊളിയായിരുന്നു, മന്തി അടിപൊളിയായിരുന്നു. ഇനിയിപ്പോ എന്ത് പാളിയതാണോ പാളി റെഡിയായതാണോന്ന് അറിയില്ല, സംഭവം ടേസ്റ്റ് ആയിരുന്നു. ആളെന്തെങ്കിലും ഉണ്ടാക്കി തരുന്നുണ്ടോ? കാനഡയിൽ നിന്ന് കുറെ ഉണ്ടാക്കി ഫോട്ടോസ്. അത് നമ്മളെ ഗതികേട്. അവിടെ ഉണ്ടാക്കി തരാൻ വൈഫും വീട്ടുകാരും ഇല്ല. നമ്മൾ തന്നെ സെൽഫായിട്ട് എല്ലാം ചെയ്യണം. അപ്പോൾ പട്ടിണി അടക്കണ്ടെങ്കിൽ നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കണം. ആ ഗതികേട് കൊണ്ട് കുക്ക് ചെയ്ത് കഴിക്കുന്നു. പ്രോ കുക്കാണോ അവിടെ? ഞാൻ ആക്ച്വലി ചായ പോലും തിളപ്പിക്കാൻ അറിയാത്ത ഒരാളായിരുന്നു ഇവിടുന്ന് പോണ സമയത്ത്. ഇപ്പൊ ഞാൻ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കും. ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറും. പ്രവാസി ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാം പഠിക്കും. ലൈഫിനെ കറക്റ്റ് ഏതൊക്കെ മേഖലയിൽ നമുക്ക് മാനേജ്മെന്റ് ഉണ്ടോ ആ മാനേജ്മെന്റ് എല്ലാം നമ്മൾ പഠിക്കും. ടൈം മാനേജ്മെന്റ്, ഫുഡ് മാനേജ് ചെയ്യാൻ, ഹെൽത്ത് മാനേജ് ചെയ്യാൻ എല്ലാം പഠിച്ചിരിക്കും. കാനഡയിൽ പോയപ്പോൾ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? കാരണം പഠിക്കുന്ന സമയത്തല്ലേ പോകുന്നത് അവിടെ. അവിടെ ചെന്ന സമയത്ത് പഠിച്ച ഏറ്റവും വലിയ കാര്യം ടൈം മാനേജ്മെന്റ് ആണ്. കാരണം നമുക്ക് എല്ലാത്തിനും ഒരു കറക്റ്റ് സ്കെഡ്യൂൾ ആയിരിക്കും. നമ്മൾ ഇനീഷ്യലി സ്റ്റുഡൻ്റ് ആയിട്ട് ചെല്ലുന്ന സമയത്ത് ഭയങ്കര ലിമിറ്റഡ് ടൈം, എല്ലാവർക്കും ഉള്ള 24 hours നമുക്കുള്ളൂ. ഈ 24 hours നമ്മൾ കോളേജിൽ പോകണം, കോളേജിലെ അസൈൻമെൻറ്റ്സ് തീർക്കണം, അതിന് പുറമെ വർക്കിന് പോകണം. ഈ വർക്ക് നമ്മുടെ കോളേജ് ടൈമായിട്ട് കൊളാബാകാൻ പാടില്ല. അപ്പോൾ അത് നോക്കിയിട്ട് ആ അവൈലബിലിറ്റിയിലുള്ള പാർട്ട് ടൈം കണ്ടുപിടിച്ച് അതിന് പോകണം. പിന്നെ വീട്ടിലെ ഹൗസ് ചോഴ്സ് മൊത്തം നമ്മൾ ചെയ്യണം. കുക്കിംഗ്, ലോണ്ട്രി, ഇതെല്ലാം നമ്മളെ ജോലിയാണ്. വീട്ടിലെ ക്ലീനിങ്, അങ്ങനെ ആകെ മൊത്തം നമ്മളൊരു സൂപ്പർമാൻ മൂഡിലേക്ക് മാറും. കാനഡയിലൊക്കെ പോയി, കാനഡ എന്നല്ല വേറെ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും എല്ലാ പ്രവാസികളെയും അവസ്ഥ ഇതാണ്. സ്റ്റുഡൻസ് ആയിട്ട് പോകുമ്പോൾ അതൊരു ഫണ്ണാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. നമ്മളെ കംഫർട്ട് സോൺ പൊട്ടും. ആ പൊട്ടുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ നമുക്ക് നാട്ടിലുള്ള കുറേ കാര്യങ്ങൾക്ക് വാല്യൂ കൂടും. നാട്ടിലും വീട്ടിലും ഇങ്ങനെ നേരത്തിന് സമയത്തിന് ഉണ്ണാൻ കിട്ടുമ്പോൾ നമ്മളറിയില്ല ഇതെങ്ങനെയാണ് ഈ പ്രോസസ്സ് നടന്നു പോകണമെന്നുള്ളത്. അത് നമ്മൾ പുറത്ത് പോകുമ്പോഴേ ആ ഒരു സംഗതി മനസ്സിലാവുള്ളൂ. അതിലെല്ലാം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം മാനേജ് ചെയ്യാൻ പഠിക്കും, നമ്മളെ ഫണ്ട് മാനേജ് ചെയ്യാൻ പഠിക്കും. കാരണം ആദ്യമൊക്കെ വീട്ടുകാരൊപ്പം പച്ചക്കറി സാധനങ്ങൾ മേടിക്കുമ്പോൾ നമുക്ക് വേണ്ടതൊക്കെ പിടിച്ച് വാങ്ങലാണ്. ഇത് നമ്മളങ്ങോട്ട് സോർട്ട് ചെയ്യും. ഒരു ബഡ്ജറ്റ് ഇട്ടിട്ട്
ഈ ബഡ്ജറ്റിൽ ഈ മാസം ഇന്ന് $200 സ്പെൻഡ് ചെയ്യണ്ട, $200 ഇത്ര, പച്ചക്കറി ഇത്ര മേടിക്കാം, ചിക്കൻ ഒരു പീസ് കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാക്കും. ഇങ്ങനെയൊക്കെയാണ് ചെക്കന്മാർ അവിടെ ജീവിച്ചു പോണത്. പക്ഷെ ഞാൻ ആക്ച്വലി ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യാറില്ല. ഭക്ഷണത്തിന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാക്കി കഴിക്കും. പുറത്തുനിന്ന് കഴിക്കൽ ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷെ അങ്ങനെ എപ്പോഴും പുറത്തുനിന്ന് കഴിച്ചു കഴിഞ്ഞാൽ പോക്കറ്റ് കയറും. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഇന്നൊരു കുക്ക് അടിപൊളിയായിട്ട് ചെയ്യും, പുള്ളിക്കാരിക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന് ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഞാൻ എന്തുണ്ടാക്കിയാലും ആഗ്രഹമില്ലേ ആൾക്ക്? ആഗ്രഹം ഉണ്ടെന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോകുന്നതിന് മുൻപ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫുഡ്. എനിക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. ബീഫ് നല്ല വെള്ളം വന്നു ഫുഡിന്റെ കാര്യങ്ങൾ. അപ്പോൾ ബീഫ് വരട്ടിയതും നല്ല നെയ്ച്ചോറും. ഓക്കെ ആണോ? ഓക്കെ, എന്നോട് പറയണ്ട ഉണ്ടാക്കി തന്നോ കേട്ടോ. കോൾ അടിച്ചോന്നൊക്കെ ഉറപ്പല്ല, ഞങ്ങൾ റെക്കോർഡാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എനിക്ക് പറഞ്ഞാൽ മതി. ഇടക്കിടക്ക് ചെയ്തിങ്ങനെ കാണിച്ചു കൊടുത്താൽ നല്ല പണിയായി പോയി എന്നൊക്കെ. അപ്പൊ ഒരു ദിവസം എൻഗേജ്ഡ് ആയി പോയി. നിങ്ങൾക്ക് ഞാനൊരു ഗെയിം കൂടെ തന്നാലോ? ഓക്കെ. സോ ഇതൊരു ബലൂൺ ഗെയിം ആണ്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ കൊച്ചിലെ കളിച്ചിട്ടുണ്ടാവും. വേറെ ഒന്നല്ല, ഇതിൽ നിങ്ങളെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്നുമില്ല, എന്റെ മത്സരാർത്ഥികളാണ്. ആ രീതിയിൽ കളിക്കണം. ഓക്കെ, ബലൂണ് വീർപ്പിക്കുക, വീർപ്പിച്ച് ബലൂൺ പൊട്ടിക്കുക. സിമ്പിൾ. റെഡിയാണ്? അപ്പൊ ഞാൻ തോറ്റു വന്നിട്ടില്ലെങ്കിൽ അവിടെ അങ്ങനെ അടി നടക്കണോ? മറ്റേ ലുഡ പോലെയല്ലത്. യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഞാൻ അത് കാറ്റ് കഴിഞ്ഞു പോയി. ഇല്ല, മൂന്നും കഴിയണ്ടേ? മൂന്ന് കഴിയണം. ഒന്ന് മാത്രമല്ല, മൂന്നെണ്ണം ഉണ്ട്. സമയമുണ്ട് നമുക്ക്. ഇപ്പൊ പൊട്ടും. രണ്ടാമത്തെ ഇല്ല, ഇത് രണ്ടാമത്തതാ. ഞാൻ വെയിറ്റ് ചെയ്യാ, എന്നാലും ഞാൻ ജയിക്കും. ഇല്ലട്ടോ, കാറ്റ് അയക്കണ്ടെങ്കിൽ ഫസ്റ്റ് വന്നത് ഊതണം. ഓ ആയിക്കോട്ടെ. ഓക്കെ ശരി. ഇത് സൗണ്ട് കേട്ടിട്ടാ. ഓക്കെ, രണ്ടെണ്ണം സക്സസ്ഫുള്ളി രണ്ടുപേരും പൊട്ടിച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് വൺ ആണ്. വാശേറിയ പോരാട്ടം. ജയിച്ചല്ലേ ഇന്ന് ജയിച്ചാൽ പൊട്ടണില്ല, കാറ്റ് വെച്ചോടല്ലേ, ഭയങ്കര സൗണ്ട് ആയി പോയി. ഓക്കെ, ഫൈനലി ആരാണ് ജയിച്ചത്? ജയിക്കില്ല എന്ന് പറഞ്ഞിട്ട് ജയിച്ചോ? ഒരു കുപ്പി ക്ലാസ് ഉണ്ട് സമ്മാനം. എന്നെ കുറിച്ച് ജയിക്കുന്നുണ്ടൊക്കെ, അതാണ് ഞാൻ എപ്പോഴും എല്ലാവർക്കും കൊടുക്കാറ്. അടിപൊളിയായി. അല്ലെങ്കിൽ ഒരു യുദ്ധം ഒഴിവായി കണ്ടോ? ഞാനിത് കേക്കണ്ടേ, ഇന്ന് ഉറക്കില്ലാന്നൊക്കെ. ഓക്കെ ഓക്കെ, അടിപൊളി. ഇതുപോലെ ഫൺ ഗെയിംസ് ഒക്കെ സത്യത്തിൽ ചലഞ്ച് ഒക്കെ കൊണ്ടുവന്ന രസമായിരിക്കും കേട്ടോ. ഓക്കെ, ഞാനായിട്ട് കോണ്ടന്റ് ഒക്കെ തന്നിരിക്കുന്നൊക്കെ. ഓക്കെ, ഒരു ഗെയിം കൂടി ഉണ്ട്. അതായത് ഒരു ചങ്ക്സ് റൗണ്ട് എന്നാണ് ഈ റൗണ്ടിന്റെ പേര്. അപ്പോൾ ഞാൻ ഓരോരോ കാര്യങ്ങൾ പറയും. അപ്പോൾ അത് കറക്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കാണ് ചേരുന്നത്, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ ഏത് ഫ്രണ്ടിനെ ഓർമ്മ വരുന്നതെന്ന് പറയണം. ഏറ്റവും പെട്ടെന്ന് ദേഷ്യം വരുന്ന ആള് ഷാനു. എന്തുകൊണ്ടാ? ഷാനു ഷോർട്ട് ടെമ്പറാണ് ആള്. അത് ഞങ്ങളോട് അങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെട്ടില്ല, പക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലും വെറുതെ അവന് ചൊറിയണ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആൾക്കാർ ഫണ്ണാക്കി, ചിലപ്പോൾ ആൾക്കാർ തമാശയിൽ ഉദ്ദേശിക്കണായിരിക്കും, അവന് ചിലപ്പോൾ തമാശ പെട്ടെന്ന് അങ്ങോട്ട് പ്രോസസ് ആയി കൊള്ളുന്നില്ല. ചില തമാശകൾ അവൻ പ്രോസസ് ആവില്ല. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ പറയുമ്പോൾ വിഷമാവില്ലേ?
ഇല്ല അത് നമുക്ക് അവനെ അറിയാം, ക്യാരക്ടർ നമുക്ക് അറിയാം. നിങ്ങൾ പറഞ്ഞാൽ കുഴപ്പമില്ല, പുറമേ ആൾക്കാർ പറഞ്ഞാൽ വിഷമം. ഓക്കെ, ഷാനുവാണ്. ഓക്കെ, നല്ല ഡ്രൈവർ കൂട്ടത്തില്. ഡ്രൈവറോ? ഏറ്റവും അടിപൊളി ഡ്രൈവർ. ഡ്രൈവർ നമുക്ക് നബീലിനൊരു വിചാരമുണ്ട്, നബീലാണ് ഡ്രൈവർ. ആക്ച്വലി നബീൽ ഡ്രൈവർ അല്ല. നമ്മളെ നല്ല ഡ്രൈവർ എന്ന് പറഞ്ഞാല് ജിംഷാ നല്ല ഡ്രൈവറാണ്. പിന്നെ ഓക്കെ ഡ്രൈവറാണ്. ജിംഷാദ് അതിലൊരു ഗ്രീൻ ഫ്ലാഗ് ആണ്. പിന്നെ അതിൽ ഗ്രീൻ ഫ്ലാഗ്, ബാസിലൊരു ഗ്രീൻ ഫ്ലാഗ് ആണ്. മോശം ഡ്രൈവറോ? സ്വന്തം പേര് പറയും. ഈ കൂട്ടത്തില് എവിടെയും ട്രിപ്പ് പോകാൻ മടിയാണോ ആൾക്ക് ഓടിക്കാൻ? വണ്ടി ഓടിക്കാൻ ഭയങ്കര താല്പര്യ. ആളെ മൈൻഡിന് ആളേതോ വലിയ മറ്റേ മഡ് റേസറൊക്കെയാണ്. ആളാണ് മോശം ഡ്രൈവർ, വണ്ടി കൊടുക്കില്ല അതൊക്കെ. ഓക്കെ, ഇനി രണ്ട് സാധനം കൂടെ ഉള്ളു. ഓക്കെ, കൂട്ടത്തിലെ നല്ല കോഴി. സ്വന്തം പേരൊക്കെ പറയാം. ഞാൻ കോളേജിൽ പോണല്ലോ, എളുപ്പം ഞാൻ ആരെങ്കിലും നോക്കില്ല. ഇല്ല, അവളെ ഇറക്കിട്ട് നോക്കൂ. നോക്കാറില്ല. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെ ഉണ്ടോ കൂട്ടത്തിൽ കോഴി? ചെക്കന്മാരെന്താന്നല്ല, ആ ഒരു വൈബൊന്നും ഇല്ല. എല്ലാരും ഫാമിലി മാൻ, ആ ഒരു ഫ്രണ്ട്സ് എന്നുള്ള മൂഡാണ്. അങ്ങനെ കോഴിത്തരത്തിൽ നിൽക്കാറില്ല. അടിപൊളി. പ്രഥമ ദൃഷ്ടിയാലില്ല, പ്രത്യക്ഷത്തിലില്ല, പരോക്ഷത്തിലുണ്ടോ അറിയത്തില്ല അത്. ഓക്കെ, കൂട്ടത്തിൽ എക്സ്ട്രോവേർട്ടോ? ജിമ്മി കുറച്ച്, പക്ഷെ അങ്ങനെ അങ്ങോട്ട് പറയാനും പറ്റില്ല. പക്ഷെ നേരത്തെ പറഞ്ഞില്ലേ, സ്റ്റീല് കുറച്ച് എക്സ്ട്രോവേർട്ടാണ്. അല്ല, സ്റ്റീലല്ല, സോറി, അത് നേരെ ഓപ്പോസിറ്റ്, ഇൻട്രോവേർട്ടാണ്. എക്സ്ട്രോവേർട്ട് എല്ലാരും പറഞ്ഞൂടെ? എനിക്ക് ടേം മാറിപ്പോയതാണ്. നിങ്ങൾക്ക് എത്ര ബോയ്സ് എന്നൊരു കൂട്ടത്തിൽ കലപിലിരിക്കും. എക്സ്ട്രോവേർട്ട് എനിക്ക് തോന്നുന്നു ബാസിലിനാണ് ആ പദം ഏറ്റവും കൂടുതൽ. ബാസിലും എല്ലാം ഒന്നിനൊന്നും മെച്ചാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു പ്ലാൻ ചെയ്തു, ആ പ്ലാൻ എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ട് അവസാനം അത് കൊളാക്കുന്നവരാ. പ്ലാൻ കൊളാക്കാൻ ബെസ്റ്റ് ആക്ടിങ് മോശം ഷാനുവിന്റെയാണ്. ഷാനുവിന്റെ ആക്ടിങ് മോശം, ആക്ട് ചെയ്യാതിരിക്കാൻ നല്ലേ. ഏറ്റവും കൂടുതൽ ആക്ടിങ് ടോപ്പ് ആരാന്നറിയോ? ബെസ്റ്റാണ് ആക്ട് ചെയ്യാൻ. ആൾക്കാരെ പ്രാങ്ക് ചെയ്യാനും അടിപൊളിയാണ്. ആള് മുഖത്ത് നോക്കിട്ട് വണ്ടി കയറ്റും. നമ്മളവിടെ വണ്ടി കയറ്റാൻ നട്ട് പറയാ. വണ്ടി കയറ്റാൻ മീൻസ് ലൈക്ക് എന്താ പോയി പറഞ്ഞു കൊടുക്കുക, ഐ മീൻ ഇങ്ങനെ പൊട്ടനാക്കൂല, നമ്മളിപ്പോ പ്രാങ്ക് ചെയ്യാൻ ആൾക്കാരെ മക്കാറാക്കാൻ പോലെ. മലപ്പുറം സ്ലാങ് എന്റെ കൂടെ അവിടെ ഉള്ള ആൾക്കാര് തെക്കൻ ജില്ലക്കാരാ. അപ്പൊ ഞാൻ മലപ്പുറം ഭാഷയിൽ സംസാരിച്ച എന്റെ കംഫർട്ടബിൾ ഭാഷ പക്ക മലപ്പുറമാണ്. ആ സംസാരം അത് ചിലപ്പോൾ എല്ലാവർക്കും അതൊന്നും കംഫർട്ടബിൾ ആയിക്കോണമെന്നില്ല. പക്ഷെ അപ്പൊ ഞാൻ ഫസ്റ്റ് വ്ളോഗ് ചെയ്ത സമയത്ത് ഞാൻ കുറച്ച് ശുദ്ധ മലയാളം പറയാൻ നോക്കി. അതായത് ശുദ്ധ മലയാളം, അതായത് നമ്മളെ മലപ്പുറം മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ആ സൈഡിലുള്ള ആളുകൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പൊ ഇവരിങ്ങനെ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ എൻ്റെ വായിലേക്ക് നോക്കി എന്തെങ്കിലും പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ ഞാനൊന്ന് ശുദ്ധ മലയാളം പറഞ്ഞു നോക്കി. അപ്പോൾ കമന്റ് ബോക്സിൽ ഇങ്ങനെ കുറേ വരാൻ തുടങ്ങി, നിങ്ങളെ ഭാഷ തന്നെ പറഞ്ഞാൽ മതി എന്നാണ്. ഞാൻ ഏറ്റവും കംഫർട്ടബിൾ, നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഷ നമ്മൾ മലപ്പുറം ഭാഷയാണ്. അത് ഒരിക്കലും ഒഴിവാക്കില്ല, പിന്നെ എന്തായാലും ഒഴിവാക്കില്ല. ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, അല്ലെങ്കിൽ നമ്മൾ ഫേക്ക് ചെയ്ത് നിൽക്കുന്ന പോലെ ഉണ്ടാവും. പക്ഷെ നമ്മൾ നമ്മളായിട്ട് എനിക്ക് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര മടിയാ. ഞങ്ങളെ ഭാഷ എനിക്ക് ഇച്ചെന്നൊക്കെയാണ്, മനസ്സിലാവില്ല. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഈ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിള് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഇപ്പൊ ഞാനൊരു 2 hour ആയി നിങ്ങളുടെ കൂടെ നിൽക്കണോ, ഈ സമയത്ത് നിങ്ങൾക്ക് ആ വൈബ് ശരിക്കും കിട്ടുന്നുണ്ട്. കാരണം നല്ല ആളുകള്, കാരണം നമ്മളല്ലെങ്കിലും നമ്മള് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂരിലെ ആൾക്കാരൊക്കെ അങ്ങനെയാണ്. എന്ത് ചെയ്യാം, നമ്മളങ്ങനെയാണ്. പക്ഷെ എപ്പോഴും ഇതുവരെ ഹാപ്പി ആയിട്ട് ഇരിക്കുക, വ്ളോഗ്സ് ഇനിയും ചെയ്യാം. നിങ്ങളുടെ വ്ളോഗ് ഇപ്പം എനിക്കൊന്ന് 20 വ്ളോഗ് ആയില്ലെങ്കിൽ അത് 200 ഡയറക്റ്റ് വ്ളോഗ്സ് ആയിട്ട് വരട്ടെ. ആളുകൾ അതിന് കാത്തിരിക്കുകയാണ്, ഒരു ഇഷ്ടം അല്ലേ. ഈ ഒരു 20 വ്ളോഗിൽ തന്നെ ആളുകൾ വരിക, അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ബ്ലെസ്സിങ് തന്നെയല്ലേ. അപ്പൊ നമ്മൾ അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ്. സോ ഞങ്ങളും കാത്തിരിക്കുകയാണ് ഇനിയുള്ള വീഡിയോസിൽ. ഇനി കാനഡയും പോട്ടെ, നിങ്ങളുടെ ലൈഫിൽ പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിക്കട്ടെ, അതൊക്കെ ഞങ്ങൾ വ്ളോഗിലൂടെ കാണട്ടെ.